ആനവിലാസം വില്ലേജിൽ പെരിയാർ തീരത്ത് താമസിക്കുന്നവരെ ഒഴിപ്പിക്കുന്നതിന് നോട്ടീസ് നൽകാനുള്ള നടപടി നിർത്തിവെക്കാൻ റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ നിർദ്ദേശം നൽകിയതായി അഡ്വക്കേറ്റ് സിറിയക് തോമസ് എം.എൽ.എ. ഈ മാസം 27-ന് റവന്യൂ മന്ത്രി ജില്ലയിൽ എത്തും. അതുവരെ ഒരുവിധ നടപടിയും സ്വീകരിക്കരുതെന്ന് മന്ത്രി കളക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയതായും എം.എൽ.എ. പറഞ്ഞു. എം.എൽ.എയുടെ നേതൃത്വത്തിൽ മന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നടപടിക്രമം അനുസരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിമാർ നോട്ടീസ് കൊടുക്കുമെന്നുള്ള അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് അക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടുകയും ഇന്നലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയെയും അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും പഞ്ചായത്ത് മെമ്പർമാരുടെയും അതുപോലെ തന്നെ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും അതുപോലെ തന്നെ ചപ്പാത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹികളുടെയും ഒക്കെ സംയുക്ത സംഘം കാണുകയും അക്കാര്യത്തിൽ ഉടനെ നടപടി സ്വീകരിക്കാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയും വേണ്ട ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ഈ മാസം 27-ാം തീയതി ഇടുക്കിയെ സന്ദർശിക്കുന്നുണ്ട്. ആ സന്ദർശന വേളയിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കാമെന്നും കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുവരെ ഏതെങ്കിലും നോട്ടീസ് കൊടുക്കുകയോ മറ്റ് നടപടികൾ ഉണ്ടാകുകയോ ചെയ്യരുതെന്ന് കളക്ടറോട് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും നടപടികൾ ഉള്ളത് നിർത്തിവെക്കുന്നതിന് ഉള്ള തീരുമാനം ഉണ്ടായതായിട്ടാണ് ഞാൻ അറിയുന്നത്. ബഹുമാനപ്പെട്ട കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറിമാരോട് 27-ാം തീയതി വരെയുള്ള നടപടികൾ നിർത്തിവെക്കണം. 27-ാം തീയതി ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഇത് ബാധിക്കപ്പെടുന്ന പ്രദേശങ്ങളിലെ ആളുകളുടെ പ്രതിനിധികളുമായിട്ട് ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ആവശ്യമായ ചർച്ചകൾ നടത്തുന്നതാണ്.